ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി വിലാപയാത്രയടക്കം ഒരാഴ്ച നീളുന്ന പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. സുരക്ഷ എങ്ങനെയായിരിക്കും? ഇസ്രയേൽ എന്ത് നിലപാടായിരിക്കും ഈ ഒരാഴ്ച സ്വീകരിക്കുക? ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ആദ്യം ചോദിക്കാനുള്ളത്, ഈ ഖമനിയുടെ മരണശേഷം 4 മാസം നീണ്ട കാലതാമസം ഇസ്ലാമിക ആചാരപ്രകാരം ഏറെ അസാധാരണമാണ്. ഇസ്ലാം മതത്തിൽ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ലേപനം നിഷിദ്ധമായതിനാൽ മൃതദേഹം ശീതീകരണ സംവിധാനത്തിൽ സൂക്ഷിക്കുകയായിരുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ മൃതദേഹം താൽക്കാലികമായി മറവ് ചെയ്തു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നതുമാണ്. ഈ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നുണ്ടായ അതീവ ഗുരുതരവും അസ്ഥിരവുമായ യുദ്ധ സാഹചര്യമാണ് സംസ്കാരം വൈകാൻ കാരണമായത് എന്ന് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്ര മാസം എങ്ങനെ ഈ മൃതദേഹം ഇവർ സംരക്ഷിച്ചു? അതായത് ചാരക്കണ്ണുകളെ വെട്ടിച്ച് സൂക്ഷിച്ചു. മറ്റൊരു കാര്യമുള്ളത്, ഈ ഖമനിയുടെ കബറടക്ക ചടങ്ങുകൾക്ക് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ പ്രതിനിധികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പലരും എത്തിയിട്ടുമുണ്ട്. ഇസ്രയേലിൻ്റെ ചാരക്കണ്ണുകൾ ഇതെല്ലാം നോക്കിക്കാണുകയാണ്. ഇതിനിടയിലാണ് ഇറാൻ പൂർണ്ണമായും പരാജയപ്പെട്ട അവസ്ഥ. അവശേഷിക്കുന്നത് ചില മിസൈലുകൾ മാത്രം, അതും അമേരിക്ക തകർക്കും എന്ന രീതിയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം വീണ്ടും വെടിപൊട്ടിച്ചതും. ഇറാനിൽ ഈ സമയത്ത് ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിയുമോ? 2 വിഷയങ്ങളാണ് ഞാൻ ചോദിച്ചത്. 2നും കൂടി ഒരുമിച്ച് മറുപടി മതി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആയത്തുള്ള അലി ഖമനിയുടെ മൃതദേഹം 4 മാസക്കാലം എവിടെയായിരുന്നു? എങ്ങനെയാണ് മൃതദേഹം കേടുകൂടാതെ ഇത്രയും കാലം സൂക്ഷിച്ചത്? അത് വലിയ ഒരു പ്രഹേളികയായി തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ സാധ്യതാപരമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണറിയാം. 1, 28-ാം തീയതി ഫെബ്രുവരി 28, 2026 ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട ടെഹ്റാനിലെ വൻപൻ സ്ഫോടനം നടക്കുന്ന അദ്ദേഹത്തോടൊപ്പം 48 പേരും ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോൾ ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ കൂമ്പാരത്തിനുള്ളിൽ, വലിയ ആഴത്തിലുള്ള ബങ്കറിനുള്ളിൽ പെട്ടുപോവുകയാണ്. അത് വളരെ ശ്രമകരമായി എടുത്ത് അമേരിക്കൻ ചാരക്കണ്ണുകൾ, ഇസ്രയേലി ചാരക്കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് അതെടുത്ത് വളരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും, അവിടെ 2 ഓപ്ഷൻസാണുള്ളത്. ഒരു മൃതദേഹം ശവസംസ്കാരം നടത്തുന്നതിന് മുൻപ് കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ 2 ഓപ്ഷനാണ് സാധാരണ ഉള്ളത്. ഒന്ന്, എംബാം ചെയ്ത് രാസവസ്തുക്കൾ പൂശി അല്ലെങ്കിൽ കെമിക്കൽ എംബാമിങ്ങിലൂടെ ഈ ഭൗതിക ശരീരത്തിന് കാര്യമായ കേടുപാടുകൾ, ജീർണത സംഭവിക്കാതെ സൂക്ഷിക്കുക. അതാണ് ഒരു മാർഗം. ദീർഘകാലം സൂക്ഷിക്കണമെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളും കെമിക്കൽസും എല്ലാം തന്നെ പൂശി സൂക്ഷിക്കാം. 1. 2, തീവ്രമായ -ഡിഗ്രിയിൽ ശീതീകരിച്ച അറകളിൽ, ഫ്രീസറുകളിൽ അല്ലെങ്കിൽ മോർച്ചറിയിൽ സൂക്ഷിക്കാം. ഈ 2 ഓപ്ഷൻ മാത്രമാണുള്ളത് ഒരു ശവശരീരം കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടി. ഇറാൻ ഒരു കാരണവശാലും ഉടനടി ഒരു ശവസംസ്കാരം നടത്താൻ ആവില്ല. ഖബറടക്കം നടത്തണമെങ്കിൽ സ്ഥിതിഗതികൾ ശാന്തമാകണം. കഴിഞ്ഞ 4 മാസത്തിന് ഇടയിൽ ഇപ്പോഴാണ് പൂർണ്ണമായി സമാധാനം കൈവന്നില്ല എങ്കിൽ പോലും സാമാന്യം ശാന്തത കൈവന്നത് ഏതാണ്ട് ഇപ്പോഴാണ്. അതുകൊണ്ട് ഏത് നിമിഷവും നടക്കുമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ട ഖബറടക്ക ശുശ്രൂഷകൾ വളരെ വൈകി ജൂലൈ മാസം 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ദീർഘമായ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ സംസ്കാര ശുശ്രൂഷയും അതുമായി ബന്ധപ്പെട്ട വിലാപയാത്രയും എല്ലാം തന്നെ നടക്കുന്നത്. ഇതൊരു അവിസ്മരണീയമായ സംഭവമായി, അതായത് ഇറാൻ ജനത, പേർഷ്യൻ ജനത എക്കാലത്തും ഓർമ്മിക്കത്തക്ക രീതിയിൽ അവരുടെ പ്രിയപ്പെട്ട ആധ്യാത്മിക നേതാവിനെ, അയത്തുള്ളയെ പറഞ്ഞയക്കണം എന്നതാണ് ഇറാൻ ജനതയുടെ ഒരു ആഗ്രഹമായി പറഞ്ഞു കേൾക്കുന്നത്. ഭരണകൂടം ഇപ്പോഴും ആയത്തുള്ള അലി ഖമേനി സൃഷ്ടിച്ച ആ ഒരു ക്രമം, അല്ലെങ്കിൽ തൻ്റെ മുൻഗാമി ആയത്തുള്ള റുഹല്ല ഖുമൈനി സൃഷ്ടിച്ച ഒരു ക്രമം, 47 വർഷം മുമ്പ് ഇറാനിയൻ വിപ്ലവത്തിന് 1979 ആ വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട ഇറാൻ്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ ഘടന, ആ ഘടനയിൽ മത നേതൃത്വത്തിന് അയത്തുള്ളയ്ക്ക് കാര്യമായ ഒരു പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട്
അയത്തുള്ള എന്ന് പറയുന്ന ആ തസ്തിക, ഇത് ഫത്വ പുറപ്പെടുവിക്കാൻ കഴിയും. ഈ മതഘടനകളെ മാത്രമല്ല രാഷ്ട്രീയ ഘടനകളെയും നിയന്ത്രിക്കുന്ന, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന ഒരു ഇറാനിയൻ ഷിയ മാതൃക. അത് യുണീക്ക് ഒരു മാതൃകയാണ്. മറ്റ് ലോകത്തൊരിടത്തും ഈ മാതൃകയിലുള്ള ഭരണകൂടമില്ല. അതിൻ്റെ കീഴിൽ റെവല്യൂഷണറി, അതായത് ഇസ്ലാമിക വിപ്ലവത്തെ, 47 വർഷം പഴക്കമുള്ള ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ തീജ്വാലകൾ അണഞ്ഞു പോകാതെ ആ റെവല്യൂഷണറി ഗാർഡ് എന്നാണ് പറയുക, ആ വിപ്ലവത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയ, അതിൻ്റെ ഭാഗമായി ഒരു വിഭാഗം തന്നെയുണ്ട്, IRGC, ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ്. ഈ ഒരു വിഭാഗം സാമ്പത്തിക മേഖല, സാമൂഹിക മേഖല, രാഷ്ട്രീയ മേഖല, എന്തിനും മതഘടനകൾ എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന ഒരു പ്രത്യേക മാതൃക. അത് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട്, കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ആ ഇറാൻ്റെ ഒരു രീതിശാസ്ത്രമാണ്. ആ ഘടനകൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അയത്തുള്ള പോയി, പുതിയ അയത്തുള്ള വന്നു, മുജ്തബ ഖൊമേനി വന്നു, അയത്തുള്ള അലി ഖൊമേനിയുടെ മകൻ മുജ്തബ ഖൊമേനി വന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ മരണപ്പെട്ട അയത്തുള്ളയെ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്നതും അതിന് എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട് എന്നതും ഇറാൻ്റെ വലിയ അഭിമാന പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ ജനത ഭരണകൂടത്തോടൊപ്പമുണ്ട്, ഈ വ്യവസ്ഥയോടൊപ്പമുണ്ട് എന്ന് ലോകത്തോട് പറയുന്നതിന് ഉള്ള ഏറ്റവും ഒന്നാന്തരം നല്ല അവസരമാണ് ഈ ശവസംസ്കാര ചടങ്ങുകൾ, ഖബറടക്ക ചടങ്ങുകൾ. അപ്പോൾ അത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന് ടെഹ്റാനിൽ വെച്ചുള്ള ഘട്ടം, അതാണിപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് മോസ്ക് ഇൻ ടെഹ്റാൻ, അവിടെയാണ് അയത്തുള്ള അലി ഖൊമേനിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ഉള്ളത്. അത് വർണ്ണാഭമായ ത്രിവർണ്ണ പതാകയിൽ പൊതിഞ്ഞ കോഫിൻ, അതിലാണ് ഇപ്പോൾ ആ ഭൗതിക ശരീരം. അത് ഇപ്പോൾ അവിടെയുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇത് ഈ 3 ദിവസങ്ങൾ, 4-ാം തീയതി 5-ാം തീയതി ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചടങ്ങുകളും ഘോഷയാത്രയും എല്ലാം ഉണ്ട്. 6-ാം തീയതി വലിയ തോതിലുള്ള നഗരപ്രദക്ഷിണം, നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ഒരു ഭൗതിക ശരീരത്തിനെ കൊണ്ടുപോവുകയും അവസാന ആളിനും, ടെഹ്റാൻ നഗരത്തിലെ ഏറ്റവും അവസാന ആളിന് പോലും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഘട്ടം. അതിനുശേഷം ഖുവാം, അത് വളരെ പ്രധാനപ്പെട്ട ഷിയാക്കളുടെ വളരെ പ്രധാനപ്പെട്ട നഗരമാണ്. ഇറാഖ് തലസ്ഥാനത്തിന് അടുത്തുള്ളൊരു നഗരമാണ്. അവിടെ ഇതേപോലെ തന്നെയുള്ള ചടങ്ങുകളുണ്ട്, അനുസ്മരണങ്ങളുണ്ട്. അത് കഴിയുന്നു. അത് ഒരു ദിവസത്തെ ചടങ്ങുകളാണ്. പക്ഷേ ഇനിയുള്ള സമയം, പിന്നീടുള്ള സമയം, അന്തിമ വിശ്രമം കൊള്ളുന്നത് മഷ്ഹാദിലാണ്. അത് ഇറാൻ്റെ വടക്ക് കിഴക്ക് പ്രദേശത്തുള്ള ഒരു നഗരമാണ്. അവിടെയാണ് അയത്തുള്ള അലി ഖൊമേനിയുടെ ജന്മസ്ഥാനം. അവിടെയാണ് അവസാനമായി ഖബറടങ്ങേണ്ടതും. അവിടേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, അവിടേക്ക് ഭൗതിക ശരീരം എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇറാഖിലെ 3 നഗരങ്ങളിൽ അനുസ്മരണങ്ങൾ ഉണ്ടാകും. ശവശരീരം അവിടെ എത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ 3 നഗരങ്ങൾ. ഒന്ന് തലസ്ഥാനമായ ബഗ്ദാദ് നഗരം, നമുക്കറിയാമല്ലോ, ഇറാഖിൻ്റെ വലിയ സിറ്റി. അതായത് ബഗ്ദാദ് എന്ന് പറയുന്നത് ചരിത്രമുറങ്ങുന്ന, സംസ്കാരമുറങ്ങുന്ന ഒരു ഭൂമിയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും അതൊക്കെ ഒരു സുന്നി മേഖലയായിരിക്കുമല്ലോ, സുന്നികൾക്ക് സ്വാധീനമുണ്ട്. പക്ഷേ ഈ ഇറാഖ് എന്ന രാജ്യത്തിൻ്റെ 60 മുതൽ 65% വരെ ജനസംഖ്യ ഷിയാക്കളാണെന്ന് ഓർക്കണം. അപ്പം ഷിയാക്കളുടെ ഒരു വലിയ ബഹുമാന്യനായ അധ്യക്ഷ സ്ഥാനത്തുള്ള ഒരു വലിയ നേതാവ് കൂടിയായിരുന്നല്ലോ അയത്തുള്ള അലി ഖൊമേനി. ഇറാൻ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായിരുന്നെങ്കിലും ഇറാഖിലെ ഷിയാക്കൾക്കും വളരെ പ്രിയപ്പെട്ട ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ അവിടെ ഇറാഖികളുടെയും ആദരം ഏറ്റുവാങ്ങുകയാണ്. അതാണ് ബഗ്ദാദ് നഗരം. അതുപോലെ കർബല, നജാഫ്, ഈ 2 നഗരങ്ങൾ ഇറാഖിൻ്റെ തെക്കൻ പ്രദേശമാണ്, ബസ്രയോട് ചേർന്നുള്ള തെക്കൻ പ്രദേശമാണ്. അവിടെയുള്ള ഷിയ കേന്ദ്രങ്ങളിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യാനുള്ള സമയമാണ് 7-ാം തീയതി സമയം. 8-ാം തീയതിയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് വലിയ തോതിലുള്ള ഈ ഷിയാക്കളുടെ കൂട്ടം ഇറാഖിലും ഉണ്ടാകും. അപ്പം ഇറാൻ മാത്രമല്ല, ഇറാഖും ഔപചാരികമായി തന്നെ ദുഃഖാചരണത്തിൽ പങ്കെടുക്കുന്നു. ഇറാനും ഇറാഖും തമ്മിൽ ഏറെക്കാലം യുദ്ധത്തിലായിരുന്നു. അത് പണ്ടാണ്. ഈ ഇറാനിയൻ റവല്യൂഷൻ നടന്നതിന് ശേഷം 1979 വിപ്ലവത്തിന് ശേഷം സദ്ദാം ഹുസൈൻ്റെ ഇറാഖും ഖൊമേനിയുടെ ഇറാനും തമ്മിൽ 8-9 വർഷത്തോളം ദീർഘമായ 1980 മുതൽ 88 വരെ നീണ്ടുനിന്ന വലിയ യുദ്ധമുണ്ടായി. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്.
പക്ഷേ സദ്ദാം ഹുസൈൻ ഇറാഖ് ഭരിച്ചിരുന്നത് കൊണ്ട് എല്ലാവരും വിചാരിച്ചിരുന്നത് ഇറാഖ് എന്നത് അറബ് രാജ്യം മാത്രമല്ല ഒരു സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെയല്ല, ഷിയ ഭൂരിപക്ഷ രാജ്യം തന്നെയാണ്. സുന്നികൾക്ക് കേവലം 25% ജനസംഖ്യ മാത്രമേ അവിടെയുള്ളൂ. 25-30% ജനസംഖ്യ മാത്രമാണ് സുന്നി അറബികൾക്കുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അവസാന ഘട്ടത്തിൽ ശവസംസ്കാര ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഖബറടക്കം നടക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഷ്ഹാദ് നഗരത്തിലാണ്. അവിടെ 9-ാം തീയതി, ജൂലൈ മാസം 9-ാം തീയതി ഖബറടക്കം നടന്നു കഴിയുമ്പോഴാണ് ചടങ്ങുകൾ പൂർത്തിയാവുക. ഇറാൻ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്, ആരെയെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്, എത്ര ജനങ്ങൾ ഇതിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുക്കും? ഇറാൻ ക്ലെയിം ചെയ്യുന്നത് 1.5 കോടിക്കും 2 കോടിക്കും ഇടയിൽ ജനങ്ങൾ ശവസംസ്കാര ശുശ്രൂഷയിൽ നേരിട്ട് പങ്കെടുക്കും. ഇതാണ് അത്. ഘോഷയാത്രകളിലും ആദരവർപ്പിക്കലും അനുസ്മരണ സമ്മേളനങ്ങളിലും എല്ലാം കൂടിയുള്ള ജനപങ്കാളിത്തമാണ്. നോക്കൂ, 9 കോടി ജനമാണ് ഇറാൻ്റെ ജനസംഖ്യ. അതിൽ 1.5 മുതൽ 2 കോടി എന്ന് പറയുമ്പോൾ വലിയൊരു ശതമാനമാണ്. അപ്പം ഇറാൻ ഏറെ പഴി കേട്ടിരുന്നത് ഇറാൻ ജനത ആയത്തുള്ള അലി ഖൊമേനിയെ വെറുക്കുന്നു, ഇറാൻ ജനതയ്ക്ക് സ്വീകാര്യമായ ഒരു ഭരണകൂടമല്ല മതഘടനകൾ നിയന്ത്രിക്കുന്ന ഭരണകൂടം എന്നെല്ലാമായിരുന്നു പഴി പറച്ചിലുകൾ. പാശ്ചാത്യ മാധ്യമങ്ങൾ കാര്യമായി, അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗൻഡ മെഷീനറി എന്ന നിലയിൽ ട്രംപും കൂട്ടരും എല്ലാം പറഞ്ഞിരുന്നത് ഇറാൻ ജനതയെ സംരക്ഷിക്കാൻ തങ്ങൾ ഇതാ വരുന്നു, നിങ്ങൾക്ക് അനഭിമതനായ ആയത്തുള്ള അലി ഖൊമേനിയെയും അദ്ദേഹം നയിക്കുന്ന ഭരണകൂടത്തെയും IRGCയെയും പുറത്താക്കാൻ ഞങ്ങൾ വരുന്നു, തൽക്കാലം ക്ഷമിച്ചു നിൽക്കൂ, ഇതാ സഹായം എത്തിക്കഴിഞ്ഞു, ഹെൽപ്പ് ഈസ് അറ്റ് ഹാൻഡ് എന്നാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിന് മുൻപ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഡിസംബർ 2025-ലും ജനുവരി 2026-ലുമായി വലിയ പ്രക്ഷോഭങ്ങൾ ആയത്തുള്ള അലി ഖൊമേനിക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും അവരുടെ മർദ്ദനമുറകൾക്കെതിരെയും രാജ്യത്ത് അവശ്യ സാധനങ്ങൾ കിട്ടാനില്ല. അത് ഗവൺമെൻറ് നയങ്ങൾ കൊണ്ടാണ്, ഉപരോധം കൊണ്ടാണ്, വൈദേശിക ഉപരോധം, അമേരിക്കൻ ഉപരോധം, ഇറാൻ്റെ തന്നെ നയങ്ങൾ, ഇതെല്ലാം തന്നെ കടുത്ത സാമ്പത്തിക അരക്ഷിത അവസ്ഥ ആഭ്യന്തരമായി സൃഷ്ടിച്ചു. അതിൻ്റെ ഇരകളാണ്, രക്തസാക്ഷികളാണ് ജനങ്ങൾ. അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സമയത്തിൽ നിന്നും യുദ്ധം ഒരു റാലിയിങ് പോയിൻ്റായി വരികയാണ്, ഒരു കൺസോളിഡേറ്റിംഗ് കൊഹീസീവ് ഒരു ഫാക്ടറായി വരികയാണ്. 2026 ഫെബ്രുവരി മാസം 28 മുതൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ഇറാനിൽ കാര്യമായ പ്രക്ഷോഭങ്ങൾ, ഗവൺമെൻറ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ല. ഉണ്ടായി എങ്കിൽ പുരപ്പുറത്ത് കയറി നിന്ന് വെസ്റ്റേൺ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രൊപ്പഗൻഡ മെഷീനറി അത് ആഘോഷിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇറാൻ ലോകത്തോട് സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു ഈ ഖബറടക്കത്തിലൂടെ. ഇറാൻ ജനത ഒറ്റക്കെട്ടാണ്. ഈ ഭരണകൂടം നിലനിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു. റെജീം ചേഞ്ച് ഇറാനിയൻ ജനത ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയുടെ ബിസിനസ് താല്പര്യമനുസരിച്ചും ഇസ്രായേലിന്റെ സുരക്ഷാ താല്പര്യമനുസരിച്ചും ഒരുപക്ഷെ റെജീം ചേഞ്ച് അല്ലെങ്കിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിലും ഇറാനിയൻ ജനത ഫേംലി ഈ ഭരണകൂടത്തോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1.5 കോടി മുതൽ 2 കോടി ജനങ്ങൾ വരെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. റിയലിസ്റ്റിക് കണക്കുകളിൽ 1 കോടി ആളുകൾ പങ്കെടുക്കാൻ വിവിധ ഇടങ്ങളിൽ, വിവിധ ഘട്ടങ്ങളിലായി, വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ആ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതുകൊണ്ട് ശവസംസ്കാര ചടങ്ങ് സുഗമമായി നടക്കണം എന്ന ആഗ്രഹം ഇറാൻ്റെ ഭരണ നേതൃത്വത്തിനുണ്ട്. അത് ഭംഗിയായി തുടങ്ങി വെച്ചിരിക്കുന്നു. അതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. അതായത് ഈ പ്രാവുകളുടെ രൂപമുള്ള പതാകകൾ, അല്ലെങ്കിൽ ഇറാൻ്റെ പതാകകളുടെ നിറം, ചുവന്ന നിറത്തിലുള്ള പരവതാനികൾ, ചുവന്ന നിറത്തിലുള്ള തോരണങ്ങൾ, അതുമാത്രമല്ല ഇറാനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രതീകങ്ങളുണ്ടോ ഇതെല്ലാം തന്നെ വഴി അരികിൽ വർണ്ണാഭമായ കാഴ്ചകളുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാൻ ഉള്ളിൽ കടന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, വളരെ വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. വിദേശ സന്ദർശകർ, അതായത് അഭിവാദ്യമർപ്പിക്കാൻ, ആദരമർപ്പിക്കാൻ എത്തുന്നവരുടെ കൂട്ടത്തിൽ ഏതാണ്ട് 27 രാജ്യങ്ങൾ കൺഫേംഡായി അവിടെ എത്തും. കൂടുതൽ രാജ്യങ്ങൾ, 35ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികളെ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ പ്രതിനിധികളായി വിദേശകാര്യ സഹമന്ത്രിയും ബീഹാർ ഗവർണറും എത്തുന്നു. ഒരു പ്രതിനിധി സംഘം അവരോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഔപചാരികമായി റഷ്യയുടെ, ചൈനയുടെ, ഇന്ത്യയുടെ, അങ്ങനെ പ്രമുഖ രാജ്യങ്ങളുടെ, പല രാജ്യങ്ങളുടെയും ഔപചാരികമായ പ്രതിനിധി സംഘങ്ങൾ ടെഹ്റാനിൽ എത്തുന്നു. അത് ടെഹ്റാനിലെ മറ്റ് പലയിടത്തുമുള്ള
ശുശ്രൂഷയുടെ ഭാഗമായി അവരെല്ലാം എത്തുന്നു എന്ന് ആണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ സംഘം ഓൾറെഡി അവിടെ എത്തി എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനർത്ഥം ഇറാൻ ഒരു ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇതൊരു ശവസംസ്കാരമാണ്. അതിപ്പം നിലപാടുകൾ എന്തുമായിക്കൊള്ളട്ടെ, രാജ്യത്തിൻ്റെ നിലപാടുകൾ, ഡിപ്ലോമസി എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ശവസംസ്കാര ചടങ്ങ് എന്ന് പറയുന്നത് ആദരപൂർവ്വം പങ്കെടുക്കേണ്ട ഒരു ചടങ്ങാണ്. അതാണ് അന്താരാഷ്ട്ര മര്യാദകൾ, അന്താരാഷ്ട്ര ബഹുമാനം, ആദരവ്. അത് ലോകരാജ്യങ്ങൾ കാട്ടുന്നു. പക്ഷേ പാശ്ചാത്യ ലോകത്തു നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. സുരക്ഷാ ഭീഷണി വളരെ വലിയ വിഷയമാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചതിന് ശേഷം അമേരിക്കയുടെ പ്രതിനിധികളെ അവിടെ വിടുന്നു ആലോചിച്ച് നോക്കൂ. പക്ഷേ അറബ് രാജ്യങ്ങളെ ഇറാൻ തന്നെ ആക്രമിച്ച സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും ബഹ്റിൻ്റെയും UAEയുടെയും എല്ലാം പ്രതിനിധികൾ ഈ ശുശ്രൂഷ സമയത്ത് ഖബറടക്ക ചടങ്ങിൽ വിവിധ ചടങ്ങുകളിലായി പങ്കെടുക്കുന്നു എന്നതും ഒരു മാറിയ ചിന്തയാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാകാതിരിക്കാൻ ഇറാൻ എല്ലാ പ്രിക്കോഷൻസും എടുക്കുന്നു. ഏക സംശയം എന്ന് പറയുന്നത് ശവസംസ്കാര ശുശ്രൂഷ 4-5 ദിവസമായി നീണ്ടു നിൽക്കുന്ന, അത് 4-ാം തീയതി മുതൽ 9-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ 6 ദിവസത്തോളം, 4ഉം 9ഉം ചേർന്നാൽ അത്രയും ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ല എങ്കിൽ വൈദേശികമായ ഒരു ആക്രമണം അമേരിക്ക ആക്രമിക്കാനുള്ള സാധ്യത തീർത്തും വിരളമാണ്. അത് അന്താരാഷ്ട്ര മര്യാദകളുടെ ഒരു വിഷയമാണ്. പക്ഷേ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാക്രമണം ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുണ്ടാകുമോ? ഇനി ഉന്നത നേതാക്കൾ, ഇറാൻ്റെ തന്നെ പല നേതാക്കളും പരസ്യമായി രംഗത്ത് വരേണ്ടി വരുന്നു. IRGCയുടെ തലപ്പത്തുള്ള നേതാവ് കഴിഞ്ഞ ദിവസം നാടകീയമായി പ്രത്യക്ഷപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഇസ്രയേൽ തെരഞ്ഞു പിടിച്ച് വകവരുത്തിയ ഒരു ചരിത്രമാണുള്ളത്. ഇവരെ വകവരുത്താനായി ഈ സമയം ഇസ്രയേൽ ഉപയോഗിക്കുമോ എന്ന വളരെ വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുകൂടി ഓർക്കണം. നോക്കൂ, കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിൽ നിന്നും ഇറാന്റെ പ്രതിനിധി സംഘം മടങ്ങിയ വിമാനത്തിന് ചുറ്റും 2 ഇസ്രയേലി പോർവിമാനങ്ങൾ വട്ടമിട്ട് പറന്നതും ടെഹ്റാനിലേക്ക് നയിക്കേണ്ടിയിരുന്ന, ഇസ്ലാമാബാദിൽ നിന്നും ടെഹ്റാനിലേക്ക് എത്തേണ്ടിയിരുന്ന ഇറാനിയൻ വിമാനം വഴിമാറി അവസാനം മറ്റൊരു നഗരത്തിൽ ഇറങ്ങേണ്ടി വന്നതും ഒരു സൂചനയാണ്. എങ്കിൽ ഇസ്രയേൽ അടങ്ങിയിരിക്കും എന്നും കരുതാനാവില്ല. ഏതറ്റം വരെ പോയും ഇറാന്റെ അവശേഷിക്കുന്ന നേതൃത്വത്തെ വകവരുത്താൻ ഇസ്രയേൽ ശ്രമിക്കുന്നത് വളരെ സ്വാഭാവികം. അങ്ങനെ വരില്ല എന്ന് ചിന്തിക്കാൻ ഒരു ന്യായവുമില്ല. അതുകൊണ്ടായിരിക്കാം ആയത്തുള്ള മുജ്തബ ഖമനി, അതായത് അദ്ദേഹത്തിൻ്റെ പുത്രൻ, ഇപ്പോഴത്തെ യഥാർത്ഥ ഡിഫാക്ടോ സവറിൻ, ഈ ചടങ്ങിൽ എങ്ങും തന്നെ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പരിക്കേറ്റിരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് കൃത്യമായ അറിവില്ല. 2, ഈ അവസ്ഥയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടാൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് കൂടായികയില്ല. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നയമതാണ്. നേതൃത്വത്തെ, ആണവശാസ്ത്രജ്ഞന്മാരാകട്ടെ, രാഷ്ട്രീയ നേതൃത്വമാകട്ടെ, മത നേതൃത്വമാകട്ടെ, സൈനിക നേതൃത്വമായിക്കൊള്ളട്ടെ, അവരെ നേരിട്ട് ഫിസിക്കലി, ഭൗതികമായി ഉന്മൂലനം ചെയ്യുക എന്ന നയം, ആ നയം നടപ്പാക്കാൻ ഈ ശവസംസ്കാര വേള അർഹിക്കുന്ന ചില ആദരവും ബഹുമാനവും ഉണ്ടല്ലോ, അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേലും അമേരിക്കയും അതിന് ശ്രമിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് പ്രിക്കോഷൻസ് എല്ലാം എടുത്തുകൊണ്ട്, എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ട് തന്നെയാണ് ഇറാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.